ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ എയർ പൊല്യൂഷനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹാംഫുൾ സബ്സ്റ്റൻസസിന്റെ പ്രസൻസ്, അറ്റ്മോസ്ഫിയറിലുള്ള ഹാംഫുൾ സബ്സ്റ്റൻസസിന്റെ പ്രസൻസിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പൊല്യൂട്ടൻസിനെ നമ്മൾ മെയിനായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി, നാച്ചുറൽ, മാൻമെയ്ഡ്, ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസ് ആൻഡ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പൊല്യൂട്ടൻസ്. ഇത് ഓരോന്നും നമുക്ക് നോക്കാം. പൊല്യൂട്ടൻസ് ദാറ്റ് ആർ എമിറ്റഡ് ഡയറക്ട്ലി ഫ്രം എ സോഴ്സ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസിനെ. ഈ പ്രൈമറി പൊല്യൂട്ടൻസ് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ഫോം ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. പ്രൈമറി പൊല്യൂട്ടൻസിന്റെയും സെക്കൻഡറി പൊല്യൂട്ടൻസിന്റെ എക്സാമ്പിൾസ് നോക്കാം. പ്രൈമറി പൊല്യൂട്ടൻസിൽ ഫസ്റ്റ് വരുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. വെഹിക്കിൾ എക്സ്ഹോസ്റ്റ് എന്നും അതുപോലെ തന്നെ കമ്പഷൻ പ്രോസസ്സ് എന്നൊക്കെയാണ് നമുക്ക് കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. സൾഫർ ഡയോക്സൈഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് വഴിയാണ് സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. നൈട്രജൻ ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അങ്ങനെ നൈട്രസ് ഓക്സൈഡ് എന്നൊക്കെ പറയാം. ഇവിടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് NO2, NO3 അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവാം. നൈട്രജന്റെ ഓക്സൈഡ്സ് ഏത് വേണമെങ്കിൽ ആവാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ് എന്നുള്ള ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നൈട്രജൻ ഓക്സൈഡ്സ് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ഹൈ ടെമ്പറേച്ചർ കമ്പഷൻ സമയത്താണ് നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത്. പിന്നെ വരുന്നത് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. അതിന്റെ സൈസ് അനുസരിച്ച് PM10 ഉണ്ട്, PM2.5 ഉണ്ട്. ഇത് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, അതുപോലെ അൺപേവ്ഡ് റോഡ്സ്, ഇൻഡസ്ട്രീസ് എന്നൊക്കെയാണ് റിലീസ് ആവുന്നത്. പിന്നെ വരുന്ന ഒരു പ്രൈമറി പൊല്യൂട്ടന്റ് ആണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഗ്യാസലിൻ, സോൾവെന്റ്സ്, പെയിന്റ്സ് തുടങ്ങിയവയൊക്കെയാണ് എമിറ്റ് ആവുന്നത്. ഇനി നമുക്ക് സെക്കൻഡറി പൊല്യൂട്ടൻസ് നോക്കാം. സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഫോം ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓസോൺ ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. ഓസോൺ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിൽ ഒരു പൊല്യൂട്ടന്റ് ആണ്. എർത്തിന്റെ സർഫസിൽ അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യിച്ചാലും ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ എന്ന് പറയുന്നത് പൊല്യൂട്ടന്റ് തന്നെയാണ്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സ് നമ്മൾ പറഞ്ഞിരുന്ന അതും സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നിട്ടാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. പിന്നെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നത് SO2 വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നൈട്രിക് ആസിഡ് ഉണ്ട്. നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത് നൈട്രജൻ ഓക്സൈഡ്സ് വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ഉണ്ട്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും നൈട്രജൻ ഓക്സൈഡും സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് സ്മോഗ് ആണ്. സ്മോഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നാച്ചുറലും മാൻമെയ്ഡും. അറ്റ്മോസ്ഫിയറിലെ നാച്ചുറൽ പ്രോസസ്സ് വഴി ഉണ്ടാവുന്ന, ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ നാച്ചുറൽ പ്രോസസ്സ് വഴി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ നാച്ചുറൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. മാൻമെയ്ഡ് പൊല്യൂട്ടൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് റിലീസ് ടു ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമുക്ക് നാച്ചുറൽ പൊല്യൂട്ടൻസിന്റെയും മാൻമെയ്ഡ് പൊല്യൂട്ടൻസിന്റെയും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നാച്ചുറൽ പൊല്യൂട്ടൻസിൽ വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോൾക്കാനിക് ഇറപ്ഷൻസ് വഴി, അതായത് ആക്റ്റീവ് വോൾക്കാനോസ് ഇറപ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന പൊല്യൂട്ടൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് സൾഫർ ഡയോക്സൈഡ് ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. അടുത്തതെന്ന് പറയുന്നത് വൈൽഡ് ഫയേഴ്സ് ഉണ്ടാവുമ്പോഴാണ്. ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കമ്പഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി വരുന്ന നാച്ചുറൽ പൊല്യൂട്ടൻസ് ആണ് കാർബൺ മോണോക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നാച്ചുറൽ പൊല്യൂട്ടന്റ് ആണ് ഡസ്റ്റ് സ്റ്റോം എന്ന് പറയുന്നത്. ഡസ്റ്റ് സ്റ്റോമിൽ മെയിൻ ആയിട്ട് എന്താ ഉണ്ടാവുക? പാർട്ടിക്കുലേറ്റ് മാറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. നാച്ചുറൽ വിൻഡ്സ് എന്ത് ചെയ്യാണ്? ഫൈൻ സോയിൽ പാർട്ടിക്കിൾസിനെ എയറിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നതാണ് അത് ഡസ്റ്റ് സ്റ്റോം ഫോം ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സീ സ്പ്രേ എന്ന് പറയുന്നതാണ്. അത് ഓഷ്യൻ വേവ്സ് ആൻഡ് വിൻഡ് ഡ്രിവൻ സീ സ്പ്രേയിങ് കാരണം
ഉണ്ടാവുന്നതാണ്. അതിൽ വരുന്ന പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആൻഡ് അതർ സോൾട്ട്സ് ആണ്. പിന്നെ വരുന്നത് ബയോളജിക്കൽ പ്രോസസ്സ് മീതെയിൻ, ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ അല്ലെങ്കിൽ അനിമൽ ഡൈജഷൻ വഴിയൊക്കെയാണ് നാച്ചുറൽ പൊല്യൂട്ടന്റ് ആയിട്ടുള്ള മീതെയിൻ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. നമുക്ക് കുറച്ച് മാൻമെയ്ഡ് പൊല്യൂട്ടൻസ് നോക്കാം. മെയിൻ ആയിട്ട് വരുന്നത് വെഹിക്കിൾ എമിഷൻസ് എന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നതൊക്കെ തന്നെയാണ്. കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഇൻ ഓട്ടോമൊബൈൽസ് കാരണമാണ് ഇവയൊക്കെ വരുന്നത്. ഇൻഡസ്ട്രിയൽ എമിഷൻസിലാണെങ്കിൽ നമ്മുടെ ഫാക്ടറീസ്, പവർ പ്ലാന്റ്സ്, കെമിക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ എമിഷൻസിലത്തെ പൊല്യൂട്ടൻസിന്റെ സോഴ്സസ് ആയിട്ട് വരുന്നത്. സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ ഒക്കെ ഇതിൽ പെടുന്ന പൊല്യൂട്ടൻസ് ആണ്. എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ വരുന്ന പൊല്യൂട്ടൻസ്, മാൻമെയ്ഡ് പൊല്യൂട്ടൻസ് ആണ് കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്. പിന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കൂടെയാണ്. അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, ക്രോപ്പ് റെസിഡ്യൂ ബേൺ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് മീതെയിൻ, അമോണിയ, അതുപോലെ നൈട്രസ് ഓക്സൈഡ് ഒക്കെ തുടങ്ങിയിട്ടുള്ള പൊല്യൂട്ടൻസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവും. പിന്നെ വരുന്നത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആണ്. ഡസ്റ്റ് ആൻഡ് ഡബ്രിസ് ഫ്രം കൺസ്ട്രക്ഷൻ സൈറ്റ് ഒബ്വിയസ്ലി നമുക്ക് ക്ലിയർ ആണ്, പർട്ടിക്കുലർ മാറ്റർ ആയിരിക്കും പൊല്യൂട്ടൻസ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഉള്ളത് കെമിക്കൽ ആൻഡ് പെസ്റ്റിസൈഡ് യൂസ് ആണ്. സ്പ്രേസ്, പെയിന്റ്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ സോൾവെന്റ്സ്, അതിൻ്റെയൊക്കെ യൂസ് വഴി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അറ്റ്മോസ്ഫിയറിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആവും. അപ്പൊ ഇതും മാൻമെയ്ഡ് പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസ്. Those pollutants that are regulated by environmental agencies like EPA. EPAയുടെ ഫുൾ ഫോം വരുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി എന്നാണ്. ഏതൊക്കെയാണ് ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ തന്നെ പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. 10 മൈക്രോമീറ്റേഴ്സിനും അല്ലെങ്കിൽ 2.5 മൈക്രോമീറ്റർ ഡയമീറ്റർ പാർട്ടിക്കിൾസിനെയാണ്, എയറിൽ സസ്പെൻഡ് ആവുന്ന ഡ്രോപ്ലെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഡസ്റ്റ്, സൂട്ട്, സ്മോക്ക് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. മെയിൻ ആയിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, അതുപോലെ വൈൽഡ് ഫയർ ഉണ്ടാവുകയാണെങ്കിൽ വെഹിക്കിൾ എമിഷൻസ് എന്നും വരും, ഇൻഡസ്ട്രിയൽ പ്രോസസ് എന്ന് വരും. പാർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ സോഴ്സസ് ഇതൊക്കെയാണ്. സെക്കൻഡ് ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടന്റിന്റെ എക്സാമ്പിൾ ആണ് ഓസോൺ എന്ന് പറയുന്നത്. അതൊരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സും തമ്മിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. ഡയറക്റ്റ് എമിഷൻ ഇല്ല, കാരണം ഇത് സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് വെഹിക്കിൾ എക്സ്ഹോസ്റ്റ്, ഇൻഡസ്ട്രിയൽ എമിഷൻസ്, ഗ്യാസലിൻ വേപ്പേഴ്സ് തുടങ്ങിയിട്ടുള്ളവയാണ്. ഇനി അടുത്തൊരു ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടന്റ് ആണ് കാർബൺ മോണോക്സൈഡ്. Carbon monoxide is a colorless, odorless gas which is formed by incomplete combustion of carbon containing fuels. Vehicle exhaust എന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ് ഗ്യാസ് അതിനൊരു എക്സാമ്പിൾ ആണ്. മോട്ടോർ വെഹിക്കിൾസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലാണെങ്കിലും ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ്. റെസിഡൻഷ്യൽ ഹീറ്റിംഗ്, വുഡ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗസ് ഒക്കെ കത്തിക്കുമ്പോഴും നമുക്ക് കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട്. ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസിലെ ഫോർത്ത് വൺ ആണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് എന്നും പറയുന്നത് ഒരു കളർലെസ് ഗ്യാസ് തന്നെയാണ്, പക്ഷെ ഓർഡർലെസ് അല്ല. ഇറ്റ് ഹാസ് എ പഞ്ചന്റ് ഓർഡർ. സൾഫർ കണ്ടെയ്നിങ് ഫ്യൂവൽസിന്റെ ബേണിംഗ് വഴിയാണ് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്. സോഴ്സസ് പറയുകയാണെങ്കിൽ പവർ പ്ലാന്റ്സിലുള്ള കോളിന്റെ, ഓയിലിന്റെ ഒക്കെ കമ്പഷൻ കാരണം, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസിൽ മെറ്റലോസിന്റെ സ്മെൽറ്റിംഗ് ഒക്കെ കാരണമാണ് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. ദീസ് ആർ ഗ്യാസസ് ഫോം ഡ്യൂറിങ് ഹൈ ടെമ്പറേച്ചർ കമ്പഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈട്രിക് ഓക്സൈഡ് NO, നൈട്രജൻ ഡയോക്സൈഡ് NO2 എന്ന് പറയുന്നതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. സോഴ്സസ് വെഹിക്കിൾ എക്സ്ഹോസ്റ്റ്, അതുപോലെ പവർ പ്ലാന്റ്സ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ഒക്കെ തന്നെയാണ്. ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസിൽ വരുന്ന ലാസ്റ്റ് വണ്ണിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെഡ് ആണ്. ഇറ്റ്സ് എ ടോക്സിക് മെറ്റൽ. ഇത് നമ്മൾ പറഞ്ഞൊക്കെ ഗ്യാസസ് ആയിരുന്നു. lead എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോക്സിക് മെറ്റൽ ദാറ്റ് ക്യാൻ ബി റിലീസ്ഡ് ഇൻ ടു എയർ പ്രൈമറിലി ഫ്രം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആൻഡ് ഓൾഡ് പെയിന്റ്സ്. അതിൽ നിന്നാണ് ലെഡ് പാർട്ടിക്കിൾസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. മെറ്റൽ സ്മെൽറ്റിംഗ്, ബാറ്ററി മാനുഫാക്ചറിങ്, കമ്പഷൻ ഓഫ് ലെഡഡ് ഫ്യൂവൽസ് ഒക്കെ കാരണമാണ്
ലെഡ് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് ക്രൈറ്റീരിയ എയർ പൊല്യൂട്ടൻസ് എന്നുള്ള കാറ്റഗറിയുടെ താഴെ വരുന്നത്. നമുക്ക് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ എയർ പൊല്യൂട്ടൻസ് ആണ്. അപ്പൊ ഫിസിക്കൽ എയർ പൊല്യൂട്ടൻസ് ആദ്യം നോക്കാം. ദീസ് ആർ ഫിസിക്കൽ എൻറ്റിറ്റീസ് സച്ച് ആസ് സോളിഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സോ എയറിൽ സസ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഫിസിക്കൽ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡസ്റ്റ്, സ്മോക്ക്, പെർട്ടിക്കുലേറ്റ് മാറ്റർ, എയറസോൾസ് എന്നൊക്കെ പറയുന്നത് ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് കെമിക്കൽ എയർ പൊല്യൂട്ടൻസ് ആണ്. കെമിക്കൽ എയർ പൊല്യൂട്ടൻസിൽ എന്ന് പറയുമ്പോൾ കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ആയിരിക്കും വരിക. ഇത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവാം, ലിക്വിഡ് സ്റ്റേറ്റിലാവാം, സോളിഡ് ഫോമിലായിരിക്കാം. എയറിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാംഫുൾ എഫക്റ്റ് വരുന്ന ഇത്തരത്തിലുള്ള ഏത് പൊല്യൂട്ടൻസിനെയും നമ്മുടെ കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സിനെ നമ്മൾ കെമിക്കൽ എയർ പൊല്യൂട്ടൻസിന്റെ കാറ്റഗറിയിലാണ് പെടുത്തുക. കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, ഓസോണ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ബയോളജിക്കൽ എയർ പൊല്യൂട്ടൻസ്. ബയോളജിക്കൽ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ബയോളജിക്കൽ ഇൻ ഒറിജിൻ, ലൈക്ക് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ഉണ്ടാവുന്നത്. അത് ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ബയോളജിക്കൽ എയർ പൊല്യൂട്ടൻസിൽ ഉൾപ്പെടുത്തുന്നത്. മെയിനായിട്ട് പോളൻ, അതുപോലെ മോൾഡ് സ്പോർസ്, ബാക്ടീരിയ ആൻഡ് വൈറസസ്, ആനിമൽ ഡാൻഡ്രർ എന്ന് പറയുന്നതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. എയർ പൊല്യൂട്ടൻസും അവയുടെ ഉത്ഭവവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. So if you feel like this is a useful video, please do like the video. And if you have any doubts, you can ask it in the comment section. And ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ എയർ പൊല്യൂഷനിലെ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫോർ നൗ.